ഷിബ, എനിക്കറിയാം അമ്മ ഒരു പരമാവധി നഷ്ടപ്പെടലിൻ്റെ വേദനയാണ്. മകൻ നഷ്ടപ്പെട്ട വേദനയിൽ നീറുന്ന അമ്മയോട് ഇപ്പോൾ ചോദിക്കുന്നത് ശരിയാണോ എന്ന് എനിക്കല്ല. എന്താ ഞാൻ ചോദിക്കുക, ഈ ആത്മഹത്യയല്ല സിദ്ധാർത്ഥനെ കൊന്നതാണെന്ന് സംശയിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അമ്മ ആ സംശയം? അവൻ അത് ചെയ്യില്ല. അവൻ അത് പഠിക്കാൻ വേണ്ടിയാണ് പോയത്. അവന് ഒരു 5.5 വർഷം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങണം എന്നില്ല. PG ചെയ്യണം, റിസർച്ച് ചെയ്യണം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ കോളേജിൽ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഒരു കളി പോലെ, ഒരു ഫൺ പോലെയാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ചേട്ടന്മാരുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു. അവർ അത്രയും അത്രയും ഫ്രണ്ട്ഷിപ്പ് ഇവിടെ ഉണ്ട്. അത്രയും ക്യാമ്പസിനോട് ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു. അവിടുത്തെ ആ ക്യാമ്പസിൽ ഓരോ ഫാമും ക്ലിനിക്കും ഒക്കെ ഞങ്ങൾക്കിപ്പോൾ കാണാതെ അറിയാം അവിടുത്തെ സ്ഥലം എങ്ങനെയാണെന്ന്. ഇത് വരുമ്പോൾ പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇത്രയും ഇൻട്രസ്റ്റോടു കൂടെ പഠിക്കണം എന്ന് പറഞ്ഞ് ഒരു വൈൽഡ് ഫോട്ടോഗ്രാഫർ, അപ്പോൾ വെറ്റിനറി ഒരു ഡോക്ടർ ആയാൽ വൈൽഡ് ഫോട്ടോഗ്രാഫർ ആകുമ്പോൾ അതിൽ കൂടുതൽ എനിക്ക് അറിയാൻ പറ്റും എന്ന് വിചാരിച്ച് പോകുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ എന്ത് പ്രതീക്ഷയായിരിക്കും അവന്. ഇപ്പോഴേ ഹോസ്പിറ്റലിൽ പോയി ഇരിക്കാൻ താല്പര്യമുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എൻ്റെ അടുത്ത് പറയാണ്, ഇവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ അടുത്ത് ചോദിച്ചിട്ട് എനിക്കൊന്ന് ഇരിക്കാൻ പറ്റിയാൽ. അപ്പോൾ അവിടുന്ന് സീനിയേഴ്സ് പറഞ്ഞു, PhD ചേട്ടന്മാരൊക്കെ പറഞ്ഞു, അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ നീ ചെന്ന് ഇരിക്കാൻ നോക്ക് എന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അത് നടക്കുമോ അമ്മ? അപ്പോൾ ഞാൻ പറഞ്ഞു, വന്നിട്ട് നമുക്ക് ഡോക്ടറെ കണ്ട് ചോദിച്ച് നോക്കാം. അത്രയും അതാ 1 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അത്രയും ആഗ്രഹത്തോട് പഠിക്കുന്ന ഒരു കുട്ടി 2-2.5 ദിവസം കൊണ്ടോ ഒരു സൂയിസൈഡ്. അല്ല, ഞാൻ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഫോണിൽ വിളിക്കും, എല്ലാ ദിവസവും ഫോണിൽ വിളിക്കും, എല്ലാ കാര്യങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങൾ പറയും, സൗഹൃദങ്ങളെക്കുറിച്ച് പറയും, അവിടെ നടക്കുന്ന ഈ പറഞ്ഞ യൂണിയൻ്റെ ഫോട്ടോ അടക്കം എടുത്ത് നിങ്ങൾ ഫോണിലേക്ക് അയച്ചു തരും, ആ ചിത്രങ്ങൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. അപ്പോൾ വീട്ടുകാരുമായി അത്രയധികം മനസ്സ് തുറന്ന് സംസാരിക്കുന്ന സിദ്ധാർത്ഥ് ഈ ദിവസങ്ങളെപ്പറ്റി കാര്യമായൊന്നും പറഞ്ഞില്ലേ? ഈ നശിച്ച ദിവസങ്ങളെപ്പറ്റി കാര്യമായൊന്നും പറഞ്ഞില്ലേ? ഇല്ല, 15-ാം തീയതി ഇങ്ങോട്ട് വരുന്നു, 15-ാം തീയതി കയറുന്നു എന്ന് പറഞ്ഞു, ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിനിടയ്ക്ക് വെച്ചാൽ എത്താത്ത സമയം ഞാൻ ട്രെയിനിൽ കയറി ഇരിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എത്തേണ്ട സമയം നോക്കി വിളിച്ചപ്പോഴാണ് അവൻ പറയുന്നത്, അമ്മ ഞാൻ പെട്ടെന്ന് റെഹാൻ എന്നെ വിളിച്ചിട്ടുണ്ട്, എനിക്ക് പോകണം, ഒരു എത്ര അത്യാവശ്യം എന്തോ ചോദിച്ചപ്പോൾ ഒരു പേപ്പർ എൻ്റെ കയ്യിൽ തന്നെ ആയിപ്പോയി, ഞാൻ തന്നെ അത് സബ്മിറ്റ് ചെയ്യണം, ഇപ്പോൾ യൂണിവേഴ്സിറ്റിയും കൂടെ ഉള്ളതല്ലേ അതിനകത്ത്. അപ്പോൾ ഞാൻ വെച്ചാൽ കോളേജ് കാര്യമല്ലേ, മക്കൾ പോയിട്ട് എന്നെ വിളിക്കണേ എന്ന് പറയും. പിന്നെ പോയി ചെന്നതിന് ശേഷമുള്ള ആ സംസാരമാണ് ഞാനിപ്പോൾ അത് ഓർക്കുന്നത്. ഞാൻ വിളിക്കാമ്മ, ഞാൻ കിടക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ അക്ഷയനെ 2 പ്രാവശ്യം കോൺടാക്റ്റ് ചെയ്യുന്നു, അപ്പോൾ എടുക്കാത്ത സമയത്ത്. അപ്പോൾ അക്ഷയ് പറയുന്ന ഉണ്ട്, ഞാൻ പറയാം ആൻറ്റി, വിളിക്കാൻ പറയാം. അപ്പോൾ അവനൊന്നുകിൽ കാണുകയോ അല്ലെങ്കിൽ അവൻ തൊട്ടടുത്തുണ്ടെങ്കിലല്ലേ ഇങ്ങനെ വിളിക്കാൻ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വെച്ചാൽ അസ്വാഭാവികമായിട്ടൊന്നും തോന്നിയില്ല. അവൻ കിടക്കുന്നതായിരിക്കും, പോയ ക്ഷീണമായിരിക്കും, അല്ലെങ്കിൽ അവിടെ ഒരു ഉത്സവത്തിന് വരാൻ പറ്റിയിട്ടില്ല, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കാം. അങ്ങനെ എന്നിട്ട് ഞാൻ ഞായറാഴ്ച വിളിച്ച് ചോദിച്ചു, മൂഡ് ഓഫ് എന്തെങ്കിലും ഉണ്ടാടാ? ഇല്ല വയ്ക്കട്ടാ, വേറൊന്നുമില്ല, ഇത്രയാണ് പറഞ്ഞത്. അപ്പോൾ അവൻ്റെ കോൾ എപ്പോൾ ചെയ്തിരുന്നാലും ഈ 2-2.5 ദിവസം ഒരു ലിമിറ്റാണ്, കുറച്ച് ലിമിറ്റ്സ് ഉണ്ട് അവന് സംസാരിക്കാൻ. ഇവിടെ ഈ അവിടെ സിദ്ധാർത്ഥന്റെ കൂട്ടുകാർ വീട്ടിൽ വരാറുണ്ട്, വീടിനടുത്തുള്ള പയ്യന്മാരുണ്ട്. അപ്പോൾ ഈ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ള അമ്മയോടൊക്കെ സംസാരിച്ചിട്ടുള്ളവർ പോലും ഇതിൽ കൂട്ടുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അത് സത്യമാണോ? ഇവരെല്ലാവരും അമ്മയ്ക്ക് അറിയാവുന്നവരുണ്ടോ? അതാ ഏറ്റവും വിഷമമായത്. ഞാൻ വിളമ്പിക്കൊടുത്ത കുട്ടികളുണ്ട്, എൻ്റെ അടുത്തിരുന്ന് കഴിച്ചവരുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾ അറിയിക്കേണ്ടിയിരുന്നു. അവരുടെ പാരൻസിനെ അറിയിച്ചിട്ട് എങ്ങനെയെങ്കിലും അമ്മ ആൻറ്റി ഒന്ന് വിളിച്ച് പറയൂ, സിദ്ധുവിനെ ഒന്ന് കൊണ്ടുപോകാൻ, അത് മതിയായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് പേടിയാണ് അവർക്ക്, അത്രയും അവർ ഭയക്കുന്നുണ്ട്. ഒരാളെങ്കിലും രഹസ്യമായെങ്കിലും വീട്ടിൽ വിളിച്ച് ഇങ്ങനെ ഉപദ്രവം നടക്കുന്നുണ്ട് എന്നൊരു വാക്ക് പറയാൽ ഏത് കുട്ടിക്കും ചെയ്യാവുന്നതാണ്, ചെയ്യേണ്ടതാണ്. ഇപ്പം ഞാൻ പറയുന്നത്, ഈ കണ്ടിട്ടുള്ള 100-150 കുട്ടികൾ കണ്ടിരിക്കുന്നു എന്ന് പറയുന്നു, എന്തോ ആകട്ടെ അത് കണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. അവരെല്ലാവരും കുറ്റക്കാരാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഓരോരുത്തരും കുറ്റക്കാരാണ്. ഒരു കുട്ടിയെ രക്ഷപ്പെടുത്തിയാലേ, ഞാൻ ആര് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ കുട്ടിയെ ഞാൻ ലോകം അറിയിപ്പിക്കുമായിരുന്നു.
എൻ്റെ മോൻ്റെ ഒരു ജീവൻ തന്നു എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ അവർ ഓരോരുത്തരും ഒരു കൊലപാതകം ചെയ്തതുപോലെ ഞാൻ കാണുന്നത്. ശിവ ഇവിടെ മനസാക്ഷിയില്ലേ, അവരൊക്കെ മനസ്സിൽ വിചാരിക്കട്ടെ, വീട്ടിലിരുന്ന് വിചാരിക്കട്ടെ. ഷീബ, നമ്മുടെ റിപ്പോർട്ടർ പ്രതീക്ഷ വാർത്ത കൊടുക്കുന്നു. അതിനുശേഷം അത് അപ്പോഴും അനങ്ങുന്നില്ല. പിന്നീട് ഇത് സജീവ ചർച്ചയായിട്ട് ഇന്നാണ് കേട്ടോ അതിൻ്റെ പ്രധാന പ്രതി അഖിൽ എന്ന് പറയുന്നവൻ പിടിയിലാവുന്നത്. ഇപ്പോഴും പ്രധാനപ്പെട്ട പ്രതികൾ പുറത്താണെന്ന് പറയുന്നു. ഇപ്പോൾ സിദ്ധാർത്ഥൻ്റെ അച്ഛൻ പറയുന്നുണ്ട് രാഷ്ട്രീയ സംരക്ഷണം ഉണ്ടെന്ന് ആരോപിക്കുന്നുണ്ട്. സംഘടനാ പ്രവർത്തകരാണ്. ആ സംഘടനയ്ക്ക് മൃഗീയാധിപത്യമുള്ളൊരു ക്യാമ്പസാണത്. അന്വേഷണം നേരായ വഴിക്ക് പോകും, പ്രതികളൊക്കെ കൃത്യമായി പിടിക്കപ്പെടും, തെളിവുകൾ കൃത്യമായി ഹാജരാക്കപ്പെടും, അമ്മയുടെ മകന് നേരിട്ട ദുരവസ്ഥയ്ക്കുള്ള ശിക്ഷ അവർക്ക് കിട്ടും എന്ന് കരുതുന്നുണ്ടോ ശരിക്കും? അതിനു വേണ്ടി ഞങ്ങൾ ഏതറ്റം വരെയും പോവും. അതിപ്പോൾ എവിടുന്ന് കിട്ടുന്നോ അതറ്റം വരെ ഞങ്ങൾ പോവും. ഉറപ്പായും ആ പോരാട്ടം ശക്തമായി മുന്നോട്ടേക്ക് കുട്ടിക്ക് ഇതുപോലത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, ഉണ്ടാവാൻ പാടില്ല എന്ന് മാത്രമല്ല ആ പോരാട്ടം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും. ഞങ്ങളുണ്ട്, ഞങ്ങൾ കൂടെയുണ്ട്. ഞങ്ങൾ ഏതറ്റം വരെയും ആ പോരാട്ടത്തിൽ കൂടെയുണ്ട്. കൊണ്ടുപോകും. ഞാൻ